കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തക വാക്യം നമുക്ക് വായിക്കാം. യൂദായുടെ പുസ്തകം അതിന്റെ 1-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാനാവും. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടേണ്ടതിന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ വചനവുമായി ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വം അങ്ങേക്ക് തീർന്നു. യേശു കർത്താവിന്റെ വലിയ നാമത്തിന്റെ പിതാവേ, ശ്രേഷ്ഠമേറും നാട്ടിൽ എന്റെ വസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നതാ. ശ്രേഷ്ഠമേറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പീടം തന്നിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അല്പമായ തടസ്സമുണ്ടായി, ദയവായി ക്ഷമിക്കണമേ. നമുക്ക് കേൾക്കപ്പെട്ട വചനം മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തുടർമാനമായി നാം കേട്ടുവരുന്നത് യൂദായുടെ ലേഖനം നിന്നാണല്ലോ. വളരെ ശക്തമായി ദൈവവചനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ആ പുസ്തകത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അവിടെ 1-2-3 പ്രത്യേക പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലൊരാളാണ് കയീൻ. അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് കയീന്റെ വഴിയിൽ നടന്നു. പുസ്തകത്തിൽ ചിലരെ ചൂണ്ടിക്കാണിക്കുകയാണ്, അവർ കയീന്റെ വഴിയിൽ നടന്നു. അപ്പൊ കയീന്റെ വഴി എന്താണെന്നാണ് ഈ ദിവസങ്ങളിലായി നാം തുടർമാനമായി ചിന്തിച്ചു വരുന്നത്. അവിടെ കയീനെ സംബന്ധിച്ച് വ്യക്തമായ ദൈവിക ആലോചന ലഭിച്ചിട്ടും തന്നിഷ്ടപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോയൊരു വ്യക്തിയാണ് കയീൻ. അദ്ദേഹത്തിന് തന്നെ ഉപാധികൾ പറഞ്ഞു. അതേ തുടർന്ന് സംഭവിച്ച സംഭവവികാസങ്ങൾ വളരെ കഷ്ടമായ കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ മുഖം വാടി. ദൈവപ്രസാദം ലഭിക്കാത്തതുകൊണ്ട് മുഖം വാടിപ്പോയി. മുഖം വാടിയപ്പോൾ ദൈവപ്രസാദം ലഭിക്കാതെ വന്നപ്പോൾ ദൈവപ്രസാദം ലഭിച്ച സഹോദരനോട് അസൂയ തോന്നി. എന്നിൽ ദൈവം പ്രസാദിച്ചല്ലോ എന്ന ചിന്താഗതി. എന്നാൽ എന്റെ സഹോദരനിൽ ദൈവം പ്രസാദിച്ചല്ലോ, അതുകൊണ്ട് ഇനി ദൈവപ്രസാദം ലഭിച്ചവനെ ഇനി വേണ്ട എന്ന ചിന്താഗതിയായി ദൈവത്തോട് കയർക്കുവാൻ തുടങ്ങി. ദൈവത്തോട് നിരന്ന സമാധാനമായിരിക്കുവാനായിട്ട് സാധിക്കുന്നു. നീ ദൈവത്തോട് നിന്റെ സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരുമല്ലോ എന്ന് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവത്തോട് സമാധാനമില്ലാതിരിക്കുന്ന ഒരാൾക്ക് നന്മ വരത്തില്ല.
നന്മയ്ക്കുള്ള വഴി കയ്യിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവത്തോട് നിരന്ന് നീ സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ. സ്തോത്രം. യോബിന്റെ പുസ്തകം 22-ാം അധ്യായമാണ്. 22-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. നിരന്നുള്ള പകരം നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക. ദൈവത്തോട് പിണങ്ങിയിരിക്കുക. കയ്യിലിപ്പോ തിരുവചനം പറഞ്ഞ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നന്മ വരും. ദൈവത്തോട് പിണങ്ങിയിരിക്കുന്ന ആർക്കും നന്മ വരത്തില്ല. സ്തോത്രം. എന്നിട്ട് അടുത്ത് പറയുന്നു, അടുത്ത വാക്യം വായിക്കുക. പുസ്തകം അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ദൈവത്തിന് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ആദമിന്റെ ഹൗവയുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉപദേശം നിരാകരിച്ചത് കൊണ്ടാണ് കയ്യിൽ ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെ പിന്നെ പരിശുദ്ധാത്മാവ് ഇന്നുള്ള നമ്മോട് എല്ലാവരും പറഞ്ഞു, നീ അവനോട് ഇണങ്ങി സമാധാനമായിരുന്നാൽ അതോടെ തുടർന്ന് പറയുകയാണ് എന്ത് വേണം? ദൈവത്തിന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക. സ്തോത്രം. ഉപദേശം പ്രാപിച്ച് അത് ഹൃദയത്തിൽ വെച്ചിരിക്കണം. ദൈവം മോശയോട് പറഞ്ഞാൽ പർവ്വതത്തിൽ കാണിച്ച മാതൃകയ്ക്കൊത്തവണ്ണം വേണം നീ പണിയുവാൻ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയെല്ലാം ദൈവം എന്ത് നിഷ്കർഷിച്ചുവോ, എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവണ്ണം മാത്രമേ കഴിയുള്ളൂ. അത് തകർത്ത് പോയവർക്കെല്ലാം നഷ്ടവും കഷ്ടവും വന്നതായിട്ട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. അതിലേക്ക് പോയാൽ നമ്മൾ മറ്റു ഭാഗത്തേക്ക് പോകേണ്ട, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തോടാണെങ്കിൽ സമാധാനം വരുന്നാൽ ഒരു ഉപദേശം കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നടക്കുന്നൊരു കാര്യം, ചില കാര്യങ്ങൾ. സ്തോത്രം. അപ്പൊ ദൈവത്തിൽ നിന്ന് മറുത്തു, മത്സരിച്ചു, ദൈവത്തിന് മുഖം കൊടുക്കാത്തൊരനുഭവമായി, മുഖം തിരിച്ചു കളഞ്ഞു. അതുകൊണ്ട് പറയാണ്, നീ അവങ്കിലേക്ക് തിരിഞ്ഞാൽ അഭിവൃദ്ധി, പ്രോസ്പെറിറ്റി പ്രാപിപ്പാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മതി. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിലേക്ക് തിരിഞ്ഞ് അഭിവൃദ്ധി പ്രാപിച്ചൊരു മനുഷ്യനാണ് യോബ്. അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്, ഊസ് ദേശത്ത് യോബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. 4 ക്വാളിറ്റീസ് യോബിനുണ്ടായി. എപ്പോഴാ, എങ്ങനെ ഇതുണ്ടായത്? അതിനെക്കുറിച്ച് യോബിന്റെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളെ ഇങ്ങനെ കാണുന്നത്, ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. സർവശക്തനെ കുറിച്ചുള്ള കേൾവി, ദൈവത്തെക്കുറിച്ചുള്ള കേൾവിയെങ്കിൽ ദൈവഭക്തനായി തീർന്നത് മനുഷ്യനാണ് യോബ്. അന്ന് വചനം ലഭിച്ചതിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, പണ്ട് ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ പണ്ട്, ദ ഓൾഡ് ഏജ്, മുൻകാലങ്ങളിൽ ദൈവം ഇടപെട്ടത് ഔവണ്ണമാണ്. ദൈവം പണ്ട് ഭാഗമായിട്ട് പൂർണ്ണമായൊരു വെളിപ്പാട്, പൂർണ്ണമായൊരു റെവലേഷൻ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരുന്നില്ല. എന്നാൽ കൊടുത്തതിനകത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ലഭിച്ചത് തന്നെയാണ്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും, ഒരു തരത്തിലല്ല ദൈവം മനുഷ്യരുടെ ഇടപെട്ടത്, വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട്, അബ്രഹാം തുടങ്ങി യോബ് തുടങ്ങി, അബ്രഹാം യോബൊക്കെ സമകാലികന്മാരെന്നാണ് വേദശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. പിതാക്കന്മാരോട് ദൈവം അങ്ങനെ സംസാരിച്ചത് വിവിധമായിട്ട്. ശമൂവേൽ പ്രവാചകനോട് തുടങ്ങി, അങ്ങനെ പഴയ നിയമ പുതിയ നിയമ അനുഭവത്തോട് നമ്മൾ പോയാൽ വിവിധമായിട്ട്. അപ്പോസ്തലനായ പൗലോസിന് വരെ ദൈവത്തിന്റെ ദർശനം, കർത്താവിന്റെ ദർശനം ലഭിച്ചതാണ്. വിവിധമായും
പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. പിതാക്കന്മാരോട് അങ്ങനെ ദൈവം അരുളി ചെയ്തു. ഈ അന്ത്യകാലം എന്നാൽ ഈ അന്ത്യകാലത്തോ പുത്രൻ മുഖാന്തരം സ്തോത്രം യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നമ്മളോട് ദൈവം അരുളി ചെയ്യുന്നു. അതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഈ വിശുദ്ധ വേദപുസ്തകം. ക്രിസ്തു നിമിത്തം, അതാണ് ക്രൂശിന്റെ വചനം. അങ്ങനെ മുൻകാലത്ത് വിവിധമായ ലഭിച്ച ദൈവിക ആലോചന, ദർശനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവ് അതാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ, 42 അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ കണ്ണാൽ കാണുകയാണ്. സ്തോത്രം. മുൻപ് കേൾവിയാൽ, വചനമംഗലാണ് പറഞ്ഞത്, ആകിയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെയാണ് സംഭവിച്ചത്. വിശ്വാസം കേൾവിയാൽ, സ്തോത്രം. അപ്പൊ ഒരാൾ പറഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കൂ, കേൾക്കുന്നെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ആ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇപ്പോൾ ദൈവത്തിന്റെ തിരുവായിൽ നിന്ന്, തിരുനാവിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുക. അബ്രഹാം നേരിട്ട് കേട്ടൊരു വ്യക്തിയാണ്. ഹാനോക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചു. നോഹ ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചു. അവിടെ തന്നെ യോബിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല എങ്കിലും നാം വായിക്കുന്നെങ്കിലാണ്, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ആ കേൾവിയെങ്കിൽ ദൈവബോധമുണ്ടായപ്പോൾ, ദൈവപരിജ്ഞാനം ലഭിച്ചപ്പോൾ, ദൈവകൃപയിലേക്ക് വന്നപ്പോൾ 4 തരത്തിലുള്ളതായ വ്യത്യസ്തത അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. ആ 4 തരത്തിലുള്ള വ്യത്യസ്തതയാണ്: ഒന്ന്, അവൻ ഭക്തനായി, ദോഷം വിട്ടകലുന്നവനായി തീർന്നു. 1-ാം അധ്യായത്തില് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായി. 4 കാര്യം. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള കേൾവി നമ്മെ 4 തരത്തിൽ ഒരു വ്യക്തിയിൽ വ്യത്യാസം വരുത്തും. സ്വഭാവത്തിൽ ഒന്നവൻ ആരായി മാറും? ആദ്യം നിഷ്കളങ്കനായി മാറും. അപ്പോൾ അല്പസ്വല്പം കളങ്കത്തോടു കൂടി നടന്നവരാണ്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴോ പിന്നെ സ്തോത്രം കമ്മീഷൻ മേടിക്കുകയില്ല, പിന്നെ മറ്റുള്ളവരെ പറ്റിച്ച കാശ് പോക്കറ്റ് വരാൻ സമ്മതിക്കത്തില്ല. അപ്പൊ നിഷ്കളങ്കത്വം, കളങ്കമില്ലായ്മ, അത് ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിഷ്കളങ്കനായി വന്നു, നേരുള്ളവനായി മാറി, എന്നിട്ടോ ദൈവത്തെ ഭയപ്പെടുന്നവനായി മാറി, ദോഷം വിട്ടകന്നു. ഈ 4 കാര്യങ്ങൾ ചെയ്തപ്പോൾ അഭിവൃദ്ധി പ്രാപിച്ചു. ദൈവത്തിങ്കിലേക്ക് ഇയ്യോബ് തിരിഞ്ഞു, അതോട് അഭിവൃദ്ധി പ്രാപിച്ചു. ആ അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ സ്തോത്രം അത് അദ്ദേഹത്തിന്റെ ആടുമാടുകളിൽ പ്രകടമായി. വസ്തുവകയുണ്ടായി, മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവത്തിന്റെ സഖ്യത കൂടെ ഉണ്ടായി. അങ്ങനെ ഇരുന്ന യോബിന്റെ ജീവിതത്തിൽ എവിടെയോ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും പരോക്ഷമായി യോബിന്റെ ജീവിതത്തിൽ നിന്ന് പരാജയത്തെ, വീഴ്ചകളെ തുടർന്നുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നത്തേതിൽ ദൈവത്തിന്റെ മുൻപാകെ നേരിൽ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ദൈവം തന്നെ നേരിട്ട് യോബിന്റെ അടുക്കലേക്ക് വന്നു. അങ്ങനെ നേരിൽ വന്ന സമയത്തേക്കുള്ളതാണ് നാം ഒടുവിൽ വായിച്ചത്. യോബിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ മുൻപാകെ വന്നവരോട് സംസാരിച്ചല്ലോ. അതിലൊരാൾ പറഞ്ഞു, ഞങ്ങളുടെ മിണ്ടടക്കി കളഞ്ഞു, ഞങ്ങളെ മുട്ടുകുതിച്ചു, നിന്നോട് സംസാരം വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാൻ പറയാ, നീ പുരുഷനെ പോലെ അര കെട്ടിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഒറ്റ ശ്വാസത്തിൽ ഏറെക്കുറെ 84 ചോദ്യമാണ് യോബിനോട് ചോദിച്ചത്. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യം ഇതാണ്: കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? നാട്ടാടുകൾക്ക് എത്ര മാസമാണ് ഗർഭകാലമെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല, എനിക്കും കൃത്യമായി അറിയില്ല. കോഴിമുട്ടയുടെ കാര്യം മാത്രം അറിയാം, 21 ദിവസം വേണം. താറാമുട്ടയ്ക്ക് അത് പോരാ. താറാവിന്റെ മുട്ടയുടെ വെച്ചാൽ 21 ദിവസം കൊണ്ട് കുഞ്ഞു പിരിയല്ല, താറാവ് കുഞ്ഞു വരുത്തില്ല. അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. എന്റെ ഭാര്യ പറയുന്നത് 28. സ്തോത്രം. അവൾ കുട്ടനാടുകാരിയാണ്. ഓക്കെ. അപ്പോ എന്നാൽ നാട്ടാടുകളുടെ പ്രസവകാലത്തെ മാസം, ഇനി മൃഗജാലം, അതായത് പശു, എരുമ, അവയ്ക്ക് എത്ര മാസമാണ്? കുതിരയ്ക്ക് എത്ര മാസമാണ്?
ദൈവം യോബിനോട് ചോദിച്ചത്, നിന്റെ പക്കൽ ആടുണ്ട്, പക്ഷെ നീ ആടിന്റെ പറയായിരിക്കും, എന്നാൽ ഈ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാവോ? അങ്ങനെ തുടങ്ങി ഒറ്റ ശാസ്ത്രത്തിൽ ബാക്കി 83 ചോദ്യങ്ങളോടെ ദൈവം യോബിനോട് ചോദിച്ചു. മറുപടിയില്ലായിരുന്നു. ഒടുവിൽ പറഞ്ഞതാണ്, സ്തോത്രം, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. കണ്ണാൽ മുഖാമുഖം ദൈവവുമായിട്ട് സംവദിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇപ്പോൾ ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു. അതിനെന്ന് മനസ്സിലാക്കുന്നത് യോബിന്റെ വീഴ്ചയുടെ ഒരു കാരണം തന്നെ തന്നെ ഉയർത്തിയതാണ്. തന്നെ തന്നെ ആ വല്ലാത്ത രീതിയിൽ യോബ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മുടെ വിഷയം അതല്ലാതെ ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഇപ്പോഴിതാ ദൈവത്തെ കണ്ടപ്പോൾ തന്നെ തന്നെ വെറുത്തു. അപ്പോസ്തലനായ പൗലോസും അത് അല്ലേ സംഭവിച്ചത്? നല്ലൊരു ചെറുപ്പക്കാരൻ, പരീശന്മാരുടെ മകൻ, ബഹുസമ്പന്നൻ എന്ന് വേദപുസ്തകത്തിൽ കാണുന്നില്ലെങ്കിലും ശതകോടികളുടെ ഉടമസ്ഥനായിരുന്നു. കപ്പൽ മുതലാളിയുടെ മകനാണെന്ന് കേൾക്കുന്നത്. അങ്ങനെയുള്ളതായ ആ ശതകോടികളുടെ ഉടമസ്ഥതയിലായിരുന്ന ആ ചെറുപ്പക്കാരൻ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, യഹൂദാ മതത്തിലെ എരിവോടുകൂടി നടന്നവൻ സ്തെഫാനോസിനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം സൂക്ഷിച്ച് മാറിയെന്നവർക്ക് എറിയുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തവൻ, പിന്നത്തേതിൽ എറിയുവാൻ മാത്രമല്ല അവർ കൊല്ലുവാനും തുടങ്ങി. പിടിച്ചു കെട്ടി തടവിലാക്കുവാനും യെരൂശലേമിലുള്ളവരെ അവിടുത്തെ മിഷൻ സക്സസ് ആയി. അതുകൊണ്ട് അടുത്ത ദമസ്കോസിലേക്ക് പോവുക. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഈ മാർഗത്തെ ഇല്ലാതാക്കാൻ തുടങ്ങിയവൻ സമൂഹത്തിൽ പിടിപാടുള്ളതാണ്. എല്ലാത്തരത്തിലും മുതിർന്നു നിന്നതാണ് പൗലോസ്, ശൗല്. എന്നാൽ കർത്താവിനെ കണ്ടപ്പോഴോ എനിക്ക് പിന്നൊന്നും അറിയത്തില്ലെന്നാ പറഞ്ഞു. അന്നത്തെ യൂണിവേഴ്സിറ്റി ഗമാലിയൽ എന്ന് പറയുന്ന ആ വലിയ ആചാര്യന്റെ കീഴിൽ, ചാൻസലറുടെ കീഴിൽ ഇരുന്ന് ന്യായപ്രമാണങ്ങളും ഇതര തത്വശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് PhD നേടിയ ആ മനുഷ്യൻ പിന്നത്തെ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, കർത്താവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, എനിക്കിനി ഒന്നും അറിയത്തില്ല, എന്റെ പ്രശംസ ക്രൂശിലാണ്, എന്റെ എല്ലാം കർത്താവാണ്. അവിടെ ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചു, ഞാൻ എന്നെ തന്നെ വലിയതായി എണ്ണുന്നില്ല. അങ്ങനെ സകലവും വിട്ട് കർത്താവിന് മേൽ ഇറങ്ങി വന്നപ്പോൾ പിന്നത്തേതിൽ നാം പൗലോസിനെ കാണുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യത്തോളം ആയപ്പോൾ, ഈ ലോകത്തുനിന്ന് മാറുവാൻ സമയമായപ്പോൾ പൗലോസ് പറയുന്നത്, സ്തോത്രം, ഒരു പുതപ്പും കുറച്ച് പുസ്തകങ്ങളും അല്ലാതെ പൗലോസിന്റെ പക്കലൊന്നുമില്ല. തനിക്ക് ലഭിച്ചതും താൻ പ്രാപിച്ചതും എല്ലാം കൊടുത്തു. സഭകളിൽ നിന്ന് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ തന്റെ പക്കൽ സാമ്പത്തികമായി ഒന്നും ശേഷിക്കുന്നില്ല. ഒരു പുതപ്പും കുറച്ച് പുസ്തകങ്ങളും അല്ലാതെ ഒന്നുമില്ലാത്തവനായി പൗലോസ് മാറുവാനിടയായി തീർന്നു. ഇവിടെ നാം കാണുന്നത്, ഞാൻ ഇപ്പൊ എന്നെ തന്നെ വെറുത്തു. എന്നെ തന്നെ വെറുത്തപ്പോൾ എവിടേക്കാ പോയത്? പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിച്ചു. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, തന്നെ തന്നെ വെറുമയായി ഒന്നുമില്ലാത്തവനായി എണ്ണി. വെളിപ്പാട് പുസ്തകം നാം ഇങ്ങനെ വായിക്കുന്നത്, മൂപ്പന്മാര് ചേർന്ന് 24 പേര് കുഞ്ഞാണ്ട് മുമ്പാകെ നിൽക്കുക. തലയിൽ വലിയ കിരീടങ്ങളൊക്കെ ഉണ്ട്, സിംഹാസനങ്ങളുണ്ട്. അവർക്ക് ലഭിച്ചതായ സ്വർഗീയ പദവി മനുഷ്യരെ ആരെയും സ്വാധീനിച്ച് ലഭിച്ച കസേരകളും സ്ഥാനവുമല്ല. വോട്ടിട്ട് ഇലക്ഷനിൽ കിട്ടിയ ആ സ്ഥാനത്തിൽ ഒന്നും പ്രാപിച്ചതല്ല, മറിച്ച് ദൈവം കൊടുത്തതാ. ഭൂരിപക്ഷത്താൽ ലഭിച്ച ചിലരെല്ലാം അടിയറവ് പറഞ്ഞ് കരി വാരി തേച്ച് അവരെ വെറുമയാക്കി തീർത്ത്, ഒന്നുമില്ലാത്തവനാക്കി തീർത്ത് താൻ തന്നെ വലിയവനായി തീർന്നതല്ല പൗലോസ്, ഈ മൂപ്പന്മാർ. അവർ 24 പേരും സിംഹാസനം മുമ്പാകെ, കുഞ്ഞാണ്ട് മുമ്പാകെ, ദൈവം മുമ്പാകെ തങ്ങളുടെ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് അവർ നമസ്കരിക്കുക. സ്തോത്രം. അവർ അവിടെ കിരീടം വെച്ച് അവർക്ക് ലഭിച്ച സിംഹാസനത്തിൽ ഇരുന്നുവെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. തമ്പുരാൻ തന്നെ കൊടുത്തതാ, കർത്താവ് തന്നെ കൊടുത്ത് കർത്താവിനാൽ പ്രാപിച്ചതാണ്.
സ്തോത്രം. അവര് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ട് മറ്റുള്ളവർ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. സ്തോത്രം. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവൻ. 4-ാമത്തെ വാക്യം. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. 24 സിംഹാസനം. വെള്ള 4-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്. 4-ാം അധ്യായം സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചു. സ്വർഗീയ ആരാധന നടക്കുകയാണ്. സിംഹാസനത്തിന് മുമ്പിൽ 4-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. യോഹന്നാനെ അവിടേക്ക് വിളിച്ചു കയറ്റുക. ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സ്വർഗത്തിലെ സിംഹാസനം യോഹന്നാൻ കാണുകയാണ്. സ്തോത്രം. ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സ്തോത്രം. വിവരിക്കാൻ ഒക്കാത്ത വിധമുള്ളതായ ഒരാളാണ് ആ സിംഹാസനം ഇരിക്കുന്നത്. മനുഷ്യ സാദൃശ്യമൊന്നുമില്ല. സൂര്യനെ പോലെ അതിഭയങ്കര ശോഭയിൽ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റിലും 24 ആ സിംഹാസനം ചുറ്റിലും 24 സിംഹാസനങ്ങൾ. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ ആ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. അവർക്ക് എന്തെല്ലാം ഉണ്ട്? അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും അത് നോക്കുക. പൊൻകിരീടധാരികളായ 24 മൂപ്പന്മാർ മഹാദൈവത്തിന്റെ മുൻപാകെ അവർക്ക് ലഭിച്ച സിംഹാസനം ഇരിക്കുകയാണ്. ഇവിടുന്ന് സിംഹാസനം കൊണ്ട് പോയതല്ല. സ്തോത്രം. മാർത്തോമാശ്രീയുടെ സിംഹാസനമല്ല. ഇതിന് ഒന്നുമല്ല. ഭൂമിയിൽ പറയപ്പെട്ട എണ്ണപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിലെയോ പ്രധാനമന്ത്രിയുടെ മന്ദിരത്തിലെയോ ഇനി അമേരിക്കയിലെയോ ഇറാന്റെയോ ഇംഗ്ലണ്ടിലെയോ ഒന്നും രാജാക്കന്മാര്, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റന്മാർ ഭൂമിയിലെ ആരും ഇരുന്ന സിംഹാസനങ്ങളല്ല. ഇവിടെ നിന്ന് ഒരു സിംഹാസനം മുകളിലേക്ക് കൊണ്ടുപോയില്ല. മഹാദൈവത്തിന്റെ മുൻപാകെ തത്തുല്യമായ അവിടെയുള്ളതായ ആ സിംഹാസനം 24 മൂപ്പന്മാർ. സ്തോത്രം. മനുഷ്യര അവർക്ക് അങ്ങനെ ഇരിക്കുവാനുള്ള വരം ലഭിച്ചു. തന്നെയല്ല, അവരവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത് അവരുടെ തലയിൽ പൊൻകിരീടധാരികളായ പൊൻകിരീടം ധരിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ മൂപ്പന്മാർ അല്പം കഴിഞ്ഞപ്പോൾ അവർ കാണുകയാണ്. 8-ാമത്തെ വാക്യം. അവർ കണ്ടുകൊണ്ടിരിക്കുക. 4 ജീവികളും ദൂതന്മാരുടെ മുമ്പിൽ എല്ലാം സമയ ചുരുക്കത്താൽ എല്ലാം വായിക്കുന്നില്ല. 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് കണ്ടതിന്റെ വേറൊരു പതിപ്പാ ഇവിടെ. ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൂതന്മാർ വിശ്രമം കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നേക്കും ജീവിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകമല്ല എന്റെ വിഷയം. അതുകൊണ്ട് ഞാൻ അവിടെ കിടക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഭാഗത്ത് വിശദീകരിക്കാം. നോക്കട്ടെ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആദികളിൽ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോൾ ആത്മമണ്ഡലത്തിലെ ആത്മജീവികൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന സമയത്തും നാം കാണാത്ത ശതകോടി ദൂതന്മാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്നിട്ടോ കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. സ്തോത്രം. ഇവർക്ക് അവിടെ ഇരുന്നാ പോരായിരുന്നു. അവനെ ദൈവമല്ലേ അവിടെ ഇരുത്തിയത്.
എന്നാൽ സ്തുതി സ്തോത്ര ആരാധന ഉയരുമ്പോൾ മനുഷ്യർ, ആ മൂപ്പന്മാർ, ദൈവത്താൽ മാനിക്കപ്പെട്ടവർ, പുറംവാതിലൂടെ നിയമനം ലഭിച്ചവരല്ല, ദൈവിക സാന്നിധ്യം, ദൈവം മുമ്പാകെ യോഗ്യത തെളിയിച്ചവർ, അവര് ദൈവത്തിന്റെ സിംഹാസനം മുമ്പാകെ കമന്ന് വീട് കിടക്കുക. സാധാരണക്കാരല്ല കേട്ടോ, അശുദ്ധരല്ല, ഏതെങ്കിലും കുറ്റത്തിന് പിടിക്കപ്പെട്ടവരല്ല, പരാജിതരല്ല. ദൈവം മുമ്പാകെ അവർ വീണ് കിടന്നുകൊണ്ട് സ്തോത്രം, സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും യോഗ്യനാണ്. ദൈവത്തെ കണ്ടപ്പോൾ ദൈവം മുമ്പാകെ അവർ ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവർക്ക് ലഭിച്ച സ്ഥാനമാനങ്ങളിൽ അവർ ആഹ്ലാദിച്ച് മറ്റുള്ളവരെ വിമർശിച്ചും മറ്റുള്ളവരെ തരം താഴ്ത്തി, നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, എനിക്കിത് കിട്ടിയല്ലോ, സ്തോത്രം, കണ്ടുപഠിക്ക്, ഇതൊന്നും പറയാനിക്കൽ തന്നെയല്ല. അങ്ങനെ പറയുന്ന ആളുകളല്ലവർ. അവർക്കത് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരവിടെ ചെന്നത്. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഈ സമയത്ത് സന്ദർഭോചിതരുടെ എൻ്റെ അമ്മച്ചി ഇന്നില്ല, ലോകത്ത് മാറ്റപ്പെട്ടു. ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്, അത് പറയുന്ന ഒരു കഥ. അതിങ്ങനെയായിരുന്നു സ്വർഗം. ചെറിയ പ്രായത്തിൽ ഞങ്ങള് 3 ആൺപിള്ളേരാണ്. ചിലപ്പോൾ പലതിനും വേണ്ടി ഞങ്ങൾ അടികൂടാറുണ്ട്. പ്രത്യേകിച്ച് ആഹാര സാധനങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം. ആ സമയത്ത് എൻ്റെ അമ്മച്ചി പറഞ്ഞാണ്, മക്കളെ, ഇവിടെ ഇതൊക്കെ ഉണ്ട്, പക്ഷെ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇമാതിരി അടിപിടിയൊന്നും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിൽ ഏറ്റവും വലിയതും വിഭവസമൃദ്ധവും ശ്രേഷ്ഠവുമാറിയ ആഹാരപദാർത്ഥങ്ങളും മുട്ടായികളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞു മുട്ടായികളുണ്ട്. അങ്ങനെ മുട്ടായി ഒന്നും അവിടെ ഇല്ലെങ്കിലും ഏറ്റവും ഭൂമിയിലുള്ള ശ്രേഷ്ഠമേറിയ കാര്യങ്ങളുണ്ട്. എന്റെ അമ്മച്ചിയുടെ കഥയാണ്, പുസ്തകത്തിലുള്ളതല്ല കേട്ടോ ഇത്. അപ്പോൾ അവിടെ സ്വർഗത്തിലും നരകത്തിലും ഉണ്ടെന്നാ പറഞ്ഞ അമ്മ പറഞ്ഞു. എല്ലാം വിഭവസമൃദ്ധമായ കാര്യങ്ങളുണ്ട്. എന്നാൽ അതാർക്കും കൈകൊണ്ട് എടുത്ത് വായിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അതിന് പകരം ഓരോരുത്തരുടെയും കയ്യിൽ വലിയൊരു സ്പൂണ് കെട്ടിവെച്ചേക്കുന്നു. വലിയ സ്പൂൺ കൈ നീട്ടി വെച്ചിട്ട് കൈ മടക്കാൻ വെക്കാതെ വണ്ണം വലിയൊരു സ്പൂണ് കയ്യിൽ കെട്ടിവെക്കും. നരകത്തിൽ സമയാസമയത്ത് ആഹാരം കൊണ്ട് കൊടുക്കുന്ന പറയുന്നത് കഥയാണേ. എൻ്റെ അമ്മച്ചി ഞങ്ങൾക്ക് ഒരു സതുപദേശം നൽകാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഏറ്റവും വിഭവസമൃദ്ധമായ ആഹാരം കാണുമ്പോൾ നരകവാസികൾ ഇത് കോരിയെടുക്കും. അവരവരുടെ വായിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ കയ്യിൽ ഇത് കെട്ടിക്കണം, മടങ്ങുകയില്ല. അതുകൊണ്ട് ഇത് മുകളിലേക്ക് എറിഞ്ഞ് വാ വിളിച്ച് കാണിക്കും. ആ സമയത്ത് അസൂയ മൂത്തവൻ അത് തട്ടിക്കളയും. ആഹാരം അവിടെ കൊടുത്താൽ അല്പസമയം കഴിയുമ്പോൾ തന്നെ ആഹാരമെല്ലാം ചവിട്ടി മെതിച്ച് തകർത്ത് വാരി ആകെ നാശകോലമാക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ സ്വർഗത്തിലും ഇങ്ങനെ തന്നെ അത്രേ കൊടുക്കുക. എന്നാൽ അവിടെ വ്യത്യസ്തമാണ്. സ്വർഗവാസികൾ ആഹാരം സ്പൂണ് കൊണ്ടെടുത്ത് അവരുടെ വായിലുള്ളിലേക്ക് കോരിക്കൊടുക്കും. അവിടെ മുകളിലേക്ക് ഇട്ട് തട്ടുകയില്ല, തമ്മിൽ തന്നെ ഇല്ല. ലഭിച്ച ആഹാരം എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഏറ്റവും മനോഹരമായി ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞങ്ങൾ ഞാനാണോ ആരാണെന്നറിയില്ല ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ അടിയില്ലേ? ആർക്കും അടിക്കാൻ തോന്നത്തില്ലേ? അപ്പോൾ പറഞ്ഞു, ഇല്ല മോനെ, ഇല്ല മക്കളെ, കാരണം അങ്ങനെയുള്ള സ്വർഗത്തിൽ ഇല്ലല്ലോ. ഒരാൾക്ക് കൂടുതൽ കിട്ടി, കുറച്ച് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരിഭവം പറയുന്നവനും അസൂയ പറയുന്നവനും സ്വർഗത്തിലില്ല. അവിടെ എല്ലാവരും സന്തുഷ്ടരാണ്, സന്തോഷമാണ്. ദൈവം അവരായിരിക്കുമ്പോൾ എല്ലാത്തിലും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാന് സമൃദ്ധിയിലിരിപ്പാനും ദരിദ്രാവസ്ഥയിലിരിക്കുവാൻ എനിക്ക് ശീലമുണ്ട്. എപ്പോഴും സമ്പന്നനായിരിക്കാൻ എനിക്ക് വലിയ, അങ്ങനെയാണെങ്കിൽ സ്തോത്രം. ഇനി ദരിദ്രനാണോ? സ്തോത്രം, നോ പ്രോബ്ലം. അപ്പോൾ സ്വർഗത്തിൽ തമ്മിത്തല്ലില്ല, കുതികാല് വിട്ടില്ല, പാരമണിയിലില്ല. അങ്ങനെയുള്ളവരാരും അവിടെ ഇല്ല. അവരെല്ലാം താഴെയുണ്ട്. അവരാണ് ഈ ആഹാരത്തെ തമ്മിത്തല്ലുന്നവര്. നോക്കൂ, സ്വർഗത്തിൽ ഈ സിംഹാസനം ഇരിക്കുന്ന മൂപ്പന്മാർ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല. നിങ്ങളെക്കാൾ ഞങ്ങൾ ശ്രേഷ്ഠരാണ്,
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എവിടെ ഇരിക്കാനായിട്ട് കഴിഞ്ഞത്. ഞങ്ങളുടെ പക്കൽ തലയിൽ കിരീടം ലഭിച്ചത് ഞങ്ങളുടെ മേന്മ കൊണ്ടാണ്. ഇതൊന്നും അവകാശപ്പെടാനില്ല. അല്പം കഴിഞ്ഞപ്പോൾ നാം കാണുന്നത് അവർ ആ സിംഹാസനം നിന്ന് മുഴങ്കാലിൽ കമന്ന് വീണുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവത്തെ കണ്ടപ്പോൾ ഇതാ പൗലോസ് അത് തന്നെ പറഞ്ഞു, തന്നെ ഞാൻ ദൈവത്തെ കണ്ടപ്പോൾ ഇതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി. ഈ ലോകത്തിലെ സകലവും പൗലോസ് ഛേദമെന്നെണ്ണി. സ്തോത്രം. ഏറ്റവും വലുത് ലാഭമായി എണ്ണിയത് കർത്താവിനോട് കൂടിയിരിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ടെന്താ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന ചിന്താഗതി എത്തി. ഒന്നും വാരിക്കൂട്ടിയില്ല. കർത്താവിനെ കണ്ടിറങ്ങിയപ്പോൾ ഒടുവിൽ തന്റെ ജീവിത അവസാന കാലത്ത് പുസ്തകം മാത്രം, വേദപുസ്തകം മാത്രമായി. എന്നാൽ ഇന്നോ അതിനുശേഷമോ ഈ പുസ്തകം മാത്രം കൊണ്ടിറങ്ങിയവർ വേറൊരു പണിക്കും പോയിട്ടില്ല. മറ്റു വിദ്യാഭ്യാസ യോഗ്യതകളില്ല. പുസ്തകം കൊണ്ട് മാത്രം ഇറങ്ങിയിരുന്ന് ഇൻകം ടാക്സ് കൊടുക്കുന്നവരായി മാറി, ലക്ഷപ്രഭുക്കളായി മാറി, ശതകോടീശ്വരന്മാരായി മാറി. കേരളത്തിൽ, ഭാരതത്തിൽ എവിടെയെല്ലാം വസ്തുവകയുണ്ടെന്ന് അറിയാത്ത രീതിയിലേക്ക് എത്തി. ലോകവ്യാപകമായി വസ്തുവകയും സമ്പത്തും കുമിഞ്ഞുകൂടി. ഇതെല്ലാം ഈ പുസ്തകം കൊടുത്തതാണ്. പുസ്തകം കിട്ടിയവ ഇന്ന് അനേകർ പുസ്തകം നിമിത്തം വലിയ രാജാക്കന്മാരായി മാറി. ഏറ്റവും മുന്തിയ കാറുകൾ, ഏറ്റവും വലിയ കൊട്ടാര സമാനമായ ഭവനങ്ങൾ, മണിമന്ദിരങ്ങൾ. കഴിഞ്ഞ ദിവസം 1.5 ലക്ഷത്തിന്റെ ക്ലോസറ്റാണ് വെച്ചിരിക്കുന്ന ഒരാൾ. 1.5 ലക്ഷം രൂപയുടെ. അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നാണ് അത്രേ. വിരിച്ചിരിക്കുന്ന മാർബിൾ മുഴുവൻ ഇറ്റാലിയൻ മാർബിൾ ആണത്രേ. ശതകോടികൾ മുടക്കി ഭവനങ്ങൾ പണിയുന്ന വിശ്വാസ സമൂഹമുള്ളപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന് മുമ്പാകെ തങ്ങൾക്ക് ലഭിച്ച കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവരെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ലഭിച്ച വെളിപ്പാടിൽ ദൈവസന്നിധിയിലേക്ക് ഓടുന്ന പൗലോസിനെ നാം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു. സ്തോത്രം. ഇയ്യോബും തന്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ സകലവും ചപ്പൊന്നും ചവർന്നു വേണ്ടി അദ്ദേഹം നിലത്തേക്ക് വീണു. ഇയ്യോബ് ഇങ്ങനെ വായിക്കുന്നത്, ക്ഷമിക്കണം, സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാലുണ്ടായതും. അത് വെളിപ്പാട് പുസ്തകം വായിക്കുന്നത്. ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. സിംഹാസനം മുമ്പാകെ കിരീടത്തെ കൊടുത്തേച്ച് ഞങ്ങൾക്ക് കിരീടം വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇയ്യോബും പറഞ്ഞത്. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇയ്യോബിന്റെ അവസാന അധ്യായങ്ങൾ വായിക്കുന്നത്, കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇയ്യോബിനൊന്നും വേണ്ട. അതുവരെ വിശാല സ്ഥലത്ത് ഞാൻ എന്റെ ഇരിപ്പിടം വെച്ച ഒരാളാണ്. പട്ടണ മേനവനായി മാറി, അന്നത്തെ മേയറായി മാറി. കാരണം കാശുള്ളവനായതുകൊണ്ട്, സമ്പത്തുള്ളവനായതുകൊണ്ട്, നാട്ടുകാർ ഭാഗ പരക്കെ അറിയപ്പെടുന്നവനായി മാറിക്കൊണ്ട് അന്നത്തെ ഇലക്ഷൻ ഉണ്ടോ, അതോ ആളുകളെല്ലാം കൂടെ തെരഞ്ഞെടുത്തോ, അതോ അട്ടിമറിച്ചോ, ഏതായാലും ഇയ്യോബ് പട്ടണമേനവനായി മാറി. അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വിശാല സ്ഥലത്ത് എന്റെ കസേര വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കസേരയിലെ സ്വന്തം വീട്ടിൽ നിന്ന് കസേരയും കൊണ്ട് പോകുന്ന അതിനൊരു ചെറിയ അർത്ഥമുണ്ട്. വൃദ്ധരായവരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ചെറുപ്പമാണെങ്കിലും ഇദ്ദേഹത്തെ കാണുക വൃദ്ധന്മാർ വായുമ്പത്ത് എഴുന്നേറ്റ്, ഇല്ലെങ്കിൽ നിർത്തുമെന്നേ. കാരണം ധനമുണ്ട്. ഇന്നതാ ദൈവസഭയ്ക്കാർ സംഭവിച്ചിരിക്കുന്നത്. ധനമുണ്ട്. അനേക ശുശ്രൂഷകന്മാർക്ക് ധനമുണ്ട്. വിശ്വാസ സമൂഹത്തിന്റെ പക്കൽ ധനമുണ്ട്. ഉന്നത ജോലി കിട്ടി. കൈവെള്ളയിൽ ഒതുങ്ങാത്ത ശമ്പളമായി കരകളിൽ. അതുകൊണ്ട് മുന്തിയ അനുഭവങ്ങളും അവസ്ഥകളും വന്നപ്പോൾ ശുശ്രൂഷകരെ, സഹവിശ്വാസികളെ എല്ലാം ഒന്നുമില്ലെങ്കിൽ പുച്ഛമാണ്. എല്ലാം വല്ലാത്ത അവസ്ഥയിലെത്തി. അതുകൊണ്ട് ഹാളിനകത്തും സ്വന്തം കസേര വീട്ടിൽ നിന്ന് കൊണ്ടിടുന്ന ആളുകളെ കണ്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നപ്പോൾ ഇങ്ങനെ സീസ ആടുന്ന ഒരു കസേര അവിടെ കിടക്കുന്നു. പ്രാർത്ഥന തുടങ്ങുന്നു ആണെങ്കിൽ ആളുകൾ വരുന്ന മുമ്പ് ഞാൻ കണ്ടതാണ്. ഞാൻ ശുശ്രൂഷ, ഇതെന്താ ഈ സാധനം? അത് എന്നോടൊന്നും വേണ്ടിയില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ദൈവാൽ ബോധ്യം വരുത്തു, ഇത് ഈ സഭയിലെ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രബലനായ ആൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്.
സാധാരണ കസാരകൾ പോലെയല്ല. അദ്ദേഹത്തിന് ആരാധനാമത്തിൽ ആടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് അറ്റം വളഞ്ഞ അതുള്ള കസേരയാണ്. ഇങ്ങനെ ആടിയിരിക്കാം. സ്തോത്രം. ഏതാണ്ട് യോഗ അവസാനിക്കാറായപ്പോൾ ഒരു അദ്ദേഹം വന്ന ആ കസേര ആരും അവിടെ ഇരുന്നില്ല. അദ്ദേഹം അവിടെ ചെന്ന കസേരയിൽ ഇരുന്നു ആടാൻ തുടങ്ങി. തമ്പുരാൻ നിന്നെ നിന്റെ കുടുംബത്തെ ആട്ടുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയായിരുന്നു യോബും. വിശാല സ്ഥലത്ത് സ്വന്തം ഇരിപ്പിടം കൊണ്ട് വെച്ചപ്പോൾ, സ്വന്തം ഇരിപ്പിടം യോബ് കൊണ്ടുവച്ചപ്പോൾ, പ്രിയമുള്ളവരെ, യൂദായുടെ ലേഖനത്തിൽ നിന്നാണെന്ന് സംസാരിക്കാൻ എനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും നന്മ പ്രാപിക്കുമ്പോൾ, അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും. കർത്താവിലേക്ക് തിരിയുമ്പോൾ നാം അഭിവൃദ്ധി പ്രാപിക്കും. അത് അഭിവൃദ്ധി പ്രാപിച്ചേ പറ്റൂ. ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. അതിനുവേണ്ടി ലോട്ടറി ഒന്നും എടുക്കണ്ട, ആരെയും സ്വാധീനിക്കണ്ട. ദൈവത്തിലേക്ക് തിരിയുന്ന ഒരാളെ ദൈവം നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. സ്തോത്രം. ആ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം ഇയ്യോബിൽ നിറവേറിയപ്പോൾ, പക്ഷേ ഇയ്യോബ് ആ ഭാഗത്ത് ദൈവം ഭാഗം നിൽക്കുവാന്റെ കൊണ്ട് എവിടെയായില്ല. മറിച്ച് തന്നെ ഉയർത്തുവാനും മറ്റുള്ളവരെ ആരെയും ഗണ്യമാക്കാതെ വന്നപ്പോൾ ദൈവത്തിന്റെ കരം ഇയ്യോബിന് മേൽ ഭാരമായി ഇറങ്ങുവാൻ തൊക്കണം ഇടയായിത്തു. അതാ സംഭവിച്ചത്. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാൻ പുറപ്പെട്ട പട്ടണത്തിന്റെ പടിവാതിൽക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ, അവിടെ അദ്ദേഹം ഇരുന്നു എന്ന് വേണമെങ്കിൽ വ്യംഗ്യം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു കസേര കൊണ്ടുവന്ന് അവിടെ വെക്കത്രേ. ഇരിക്കുമ്പോൾ എന്തു ചെയ്യും? 7,000 PIP-ക്കാർ വരികയല്ല, CA-ക്കാർ വരികയല്ല, ക്രൈസ്റ്റ് അംബാസഡേഴ്സ് 7,000 വരികയല്ല. അതുകൊണ്ടാണ് സഭയ്ക്കകത്തവരാരും ഇല്ലാത്തത്. 20 വിവാഹത്തിന് പോയി സ്റ്റേജിൽ ഇരുന്ന് ഞാൻ നോക്കുമ്പോൾ മധ്യവയസ്കന്മാരും വൃദ്ധന്മാരും വൃദ്ധകളും അല്ലാത്തവർ കല്യാണത്തിനില്ല. വിവാഹത്തിന് വന്ന ആ വരനും വധുവും, മണവാളിനും മണവാട്ടിയും, പിന്നെ മണവാളുടെയും മണവാട്ടിയുടെയും സഹോദരന്മാരും സഹോദരിമാരും പിള്ളേരും, ഏറ്റവും അടുത്ത ചില കുറച്ച് കസിൻസ്, അല്ലാതെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ, ഓഡിയൻസിന്റെ ഇടയിൽ ചെറുപ്പക്കാരുമില്ല, യങ്സ്റ്റേഴ്സ് ആരുമില്ല. എന്നാ കാര്യം? ഇവരാരും വിവാഹ ശുശ്രൂഷ സംബന്ധിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മനം പിടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, ശബ്ദകോലാഹലത്തിന്റെ പാട്ടുകൾ, അർത്ഥമില്ലാത്ത ഉപചാര വാക്കുകൾ, പ്രകടനങ്ങൾ. അതുകൊണ്ട് ചെറുപ്പക്കാരും ഇന്ന് വിവാഹത്തിനില്ല. വേണത്തിന് വിവാഹം കഴിഞ്ഞുള്ള പാർട്ടിക്ക് അവർ വന്നേക്കും. വൈകുന്നേരം ഒരു പാർട്ടി വെച്ചാൽ അവരവിടെ കൂടിയേക്കും. പക്ഷെ വിവാഹ ശുശ്രൂഷയ്ക്ക് ഇന്ന് യങ്സ്റ്റേഴ്സ് ഇല്ല. കാരണം എന്താ? വിശാല സ്ഥലത്തിരിക്കുന്ന യുവമാരാ. 10 മണിക്ക് തുടങ്ങിയാലും 1 മണിക്ക് നിർത്തും. 10 മണിക്കാണ് വിവാഹ ശുശ്രൂഷ തുടങ്ങിയാലും മൂപ്പന്മാരെല്ലാം കൂടെ പ്രസംഗിച്ചും കൊണ്ടുപോവുക. പുട്ടിന് വീരയിടുന്ന പോലെ പാട്ടുകാർ അവരുടെ രീതി, നിന്നെ കൊല്ലും ഞാനും ചാകുന്ന രീതിയിൽ അവർ നിൽക്കുക. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിവാഹത്തിൽ വേദിയിലിരുന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട ദുഃഖകരമായ ഒരു കാഴ്ചയാണിത്. വളരെ വ്യസനം തോന്നി. പ്രിയമുള്ളവരെ, ഇവിടെ യോബ് വിശാല സ്ഥലത്ത് കസേര വെച്ചപ്പോഴത്തേക്ക് ചെറുപ്പക്കാരെല്ലാം നാനാ വഴിക്ക് വിട്ടുകളഞ്ഞു. എന്നിട്ടോ ചെറുപ്പക്കാർ ഓടി ഒളിച്ചു. യൗവനക്കാർ യോബിനെ കണ്ടിട്ട് ഓടി ഒളിച്ചു. ഇന്നും യൗവനക്കാരെല്ലാം സഭ വിട്ട് ഓടി ഒളിക്കാൻ കാരണമെന്താ? കൂട്ടായ്മ വിട്ട് ഓടി ഒളിക്കാൻ കാരണമെന്താ? സ്തോത്രം. എന്റെ ഒരു കസിന്റെ മകൻ ഓർത്തഡോക്സിൽ വൈദികനാകുവാൻ ഷമ്മാശനായി ഓർത്തഡോക്സ് സെമിനാരി പഠിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ ആ ഷമ്മാശപ്പട്ടം കൊടുക്കുന്നത് എനിക്കില്ല, എന്നെ വിളിച്ചതാണ്, ഞാൻ പോയില്ല. എന്നാൽ എനിക്കത് യൂട്യൂബിൽ ലഭിച്ചപ്പോൾ ഞാൻ കണ്ടപ്പോൾ
ഒരേ പ്രായക്കാരായ 30-ലധികം പേര്, ഒരേ പ്രായക്കാർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചിലർക്ക് PG-യുണ്ട്. യൗവനക്കാർ ശമാശ പട്ടം സ്വീകരിക്കുന്നു. അവരടുത്ത ഓർത്തഡോക്സിന്റെ അച്ഛന്മാരാകാൻ പോവുക. എന്നാൽ ഇന്ന് പെന്തക്കോസിലെ ബൈബിൾ സ്കൂളുകളിൽ എത്ര ചെറുപ്പക്കാരുണ്ട്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ട് നമ്മുടെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കുകയല്ലേ? നമ്മുടെ നാടുകളിലെ ബൈബിൾ സ്കൂളുകളിൽ ഇതര സംസ്ഥാന ആളുകൾ വന്നേച്ച് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലെ ഇതര സംസ്ഥാനക്കാരായ ആളുകളെ കൊണ്ടുവന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് അവരെ പറഞ്ഞു വിടുകയല്ലേ? എത്ര മലയാളി മക്കളുണ്ട് വിദ്യാഭ്യാസമുള്ള, ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞേച്ച് എഞ്ചിനീയറിംഗ് ഏതുമാകട്ടെ കഴിഞ്ഞേച്ചിറങ്ങിയ എത്ര പേർ നമ്മുടെ ബൈബിൾ സ്കൂളുകളുണ്ട്? ഇല്ല. സ്തോത്രം. എന്താ കാരണം? കസേര വെക്കുന്ന ചില യോവുമാരുള്ളത് കാരണം ചെറുപ്പക്കാരെല്ലാം രാജ്യം വിട്ടു പോകുക, രക്ഷപ്പെടുക. ദർശനം നഷ്ടപ്പെട്ട യോബെ തുടക്കത്തിൽ ദൈവശബ്ദം കേട്ട് അനുഗ്രഹം പ്രാപിച്ച യോബ് തനിക്ക് വെൽത്ത് ആൻഡ് ഹെൽത്ത് ലഭിച്ചപ്പോൾ തന്റെ ജീവിതം ആകമാനം മാറിയെന്നാണ് വായിക്കുന്നത്. അതിന്റെ തൊട്ടുമുകളിലത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ കാണാൻ സാധിക്കും. സ്തോത്രം. അദ്ദേഹത്തിന്റെ ദിനചര്യ എന്തായിരുന്നു? ആറാമത്തെ വാക്യത്തിൽ അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. അദ്ദേഹം സ്ഥിരമായിട്ട് സ്പായി പോകുന്ന പറയുന്നത്. ജിംനേഷ്യത്തിൽ പോയിക്കൊണ്ടിരുന്നു. തന്റെ ശരീരത്തിന്റെ നിയന്ത്രിക്കാൻ 6 പാക്ക് നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ചെയ്യാവുന്ന മുഴുവൻ ചെയ്തു. പറഞ്ഞു എനിക്ക് ദൈവം എന്ത് ചെയ്തു തന്നു? ആറാമത്തെ വാക്യം ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. വെണ്ണ എന്നുള്ളത് വളരെ വില പിടിച്ച സാധനമാണ്. പാല് അത് കാച്ചി തൈരാക്കി, തൈര് കഴിഞ്ഞ് വെണ്ണ, തൈര് കഴിഞ്ഞാൽ തൈര് കടഞ്ഞാലാ വെണ്ണ കിട്ടുന്നത്. ലിറ്റർ കണക്കിന് പാല് തൈരാക്കി അത് കടഞ്ഞു കിട്ടിയാൽ കൈവെള്ളയിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ വെണ്ണ. നെയ്യും വെണ്ണയൊക്കെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. ചെറിയ തൂക്കം കിട്ടുകയില്ല. ഊണിനൊക്കെ ചെറിയ കുഞ്ഞ് സ്പൂണിൽ ഇങ്ങനെ നെയ്യ് ഒഴിച്ചുകൊണ്ട് പോകുന്ന കാണാം, തുള്ളി ചാടിച്ചോട്ട് പോകുന്ന കാണാം. ഇവിടെ യോബ് കാല് കഴുകുക വെണ്ണ കൊണ്ട്. അത്രയ്ക്ക് ധനാഢ്യനായി മാറി. തീർന്നില്ല, കാല് വെണ്ണ കൊണ്ട് കഴുകി തൈര നദികളെ ഒഴുക്കി തന്നു. അദ്ദേഹത്തിന്റെ എക്സ്പെൻസീവ് ജീവിതത്തെ അവിടെ കാണുന്നത്. ഒരു സരളമായ ജീവിതം യോബ് നടത്തിയില്ല. ലളിതമായ ഒരു ജീവിതമല്ലായിരുന്നു യോബിനുള്ളത്. ദൈവവേദലേ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പക്കൽ ലഭിക്കുന്നത് സരളമായ ലളിതമായ ജീവിതത്തിനുള്ളതാ. അത് അനാവശ്യമായി ആർഭാടത്തിനും അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല. യോബ് അത് വല്ലാതെ ഉപയോഗിച്ചു. അത് തന്നെ പോറ്റി പുലർത്തി പുഷ്ടിപ്പെടുത്തി. എന്നിട്ടോ അങ്ങനെ കേമനായപ്പോൾ ആ വലിയ വസ്ത്രത്തിന്റെയും വലിയ എടുപ്പും തൊങ്ങലോട് കൂടിയാണ് അദ്ദേഹം വിശാല സ്ഥലത്തേക്ക് കൗൺസിൽ യോഗത്തിന് പോയത്. അവിടെ ചെന്നപ്പോഴും വായിച്ച് യൗവനക്കാരെല്ലാം കൂടെ ഓടി ഒളിച്ചു. പിന്നെ വൃദ്ധന്മാർ അദ്ദേഹത്തെ കണ്ട എഴുന്നേറ്റിരിക്കണോ? വചനം പറഞ്ഞത് വൃദ്ധന്റെ മുമ്പാകെ നീ എഴുന്നേക്കണമെന്ന. പണമുള്ള ആളിന്റെ സാറിനെ കാണുമ്പോൾ വൃദ്ധന്മാര് പോലും എഴുന്നേറ്റ് നിൽക്കണം, അല്ലെങ്കിൽ നിർത്തും. ഈ ദിവസങ്ങളിൽ നമ്മൾ പല വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ഒരു വിദ്വാൻ, ഒരു മഹാൻ മറ്റുള്ളവരെ കൊണ്ട് മുട്ട അങ്ങ് വീഴിപ്പിക്കുന്നത്. വീഴുന്നവരെ അദ്ദേഹം നിൽക്കുക. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ടോ പ്രഭുക്കന്മാർ, അന്നത്തെ ശ്രേഷ്ഠന്മാരെ ആളുകളെല്ലാം സംസാരം നിർത്തി. ഇയ്യോബ് എന്ന മഹാനെ കണ്ടപ്പോൾ എല്ലാം അടങ്ങും. അവരുടെ നാവ് എണ്ണാക്കോട് പറ്റിപ്പോയി. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തു. അവരെല്ലാം മുഖസ്തുതിക്കാരായി മാറ്റി, മുഖസ്തുതിക്കാരായി മാറി.
അതിനെ വായിക്കുന്ന തട്ടാൻ കൊല്ലനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്ന പോലെ ഞാൻ ജനിക്കാതെ പോയ മകനാണെന്നും എനിക്ക് പുതൃ തുല്യനാണെന്നും എന്ന് വേണ്ട. എന്തോ പ്രസംഗമായിരുന്നു. ആ കാശിന് ഗുണമില്ലെങ്കിലും ഉയർത്തുവാൻ ആരും മടി കാണിക്കുന്നില്ല. അഹമഹിയെന്ന്. കാരണം അടുത്ത സ്ഥാനം കിട്ടണ്ടേ, അടുത്ത സഭ കിട്ടണ്ടേ, അടുത്ത പ്രവൃത്തിയിലേക്ക് പോകണ്ടേ. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ കുത്തുപ്രസംഗമായി പോവുകയല്ല, മറിച്ച് ഒരു വിശദീകരണ യോഗമല്ല. യോബിന്റെ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ, അപഗ്രഹിക്കുമ്പോൾ നാം കാണുന്നത് അതാണ്. എല്ലാവരും ബാബുത്തി, ആർക്കും ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ ഇരുന്ന ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ 30-ാം അധ്യായം, സമയം ചുരുക്കത്തെ മുന്നോട്ട് പോകട്ടെ, 30-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നത്, അത് അന്ധകാലം. ആ കാലത്ത് ഓരോരുത്തൻ മുമ്പിൽ വരത്തായിരുന്നു. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു, ഭാര്യയും തള്ളിപ്പറഞ്ഞ്, മക്കളും നഷ്ടപ്പെട്ടു, സകലവും പോയി, ദേഹം ചൊറി ചിറങ്ങ് വ്യാപരിച്ച് ചട്ടിക്കട കഷ്ണം കൊണ്ട് തന്നെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ട് മാന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹിയോ പറയാണ്, അതെന്റെ അന്ധകാലം. ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യുന്നു? ഇപ്പോഴോ പ്രായം കുറഞ്ഞവർ, നേരത്തെ ആയിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേന്. ഇപ്പോൾ പ്രായം കുറഞ്ഞവർ യോബിനെ നോക്കി ചിരിക്കുക. മുമ്പ് പ്രായമുള്ള ശ്രേഷ്ഠന്മാർ വായ്പത്തുമായിരുന്നു, സംസാരം നിർത്തി. ഇപ്പൊ യോബിനെ ദൈവത്തിന്റെ കരം ഭാരമായപ്പോൾ, പിശാച് കയറി പ്രവർത്തിച്ചപ്പോൾ ചെറുപ്പക്കാര് പോലും സ്തോത്രം നോക്കി ചിരിക്കുക. എന്നിട്ടോ തീർന്നില്ല. എന്നിട്ട് ഒരു പഴയ സാക്ഷ്യം പറയുന്നുണ്ട്, അവരുടെ അപ്പന്മാരെ എന്റെ ആട്ടിൻകൂട്ടത്തോടെ കാവൽക്കാരായി നിർത്തുവാൻ ഞാൻ നിരസിച്ച പുള്ളികളുടെ മക്കളായി ഇപ്പൊ എന്നെ നോക്കി ചിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിന് സാദൃശ്യത സൃഷ്ടിച്ച മനുഷ്യനെ വില കൽപ്പിക്കാത്തൊരു മനുഷ്യനായി ഇയ്യോബ് മാറി. സാറേ, ഒരു ജോലി തരണേ, ഞാൻ ആടിനെ മേയിച്ചോളാം, ആടിനെ തീറ്റിക്കോളാം എന്ന് പറഞ്ഞ് വന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്, ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾ വല്ലാത്തൊരു പരുവക്കേടില്ല, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ജോലി തരണേ, ഒരു തൊഴിൽ തരണമേ എന്ന് പറഞ്ഞു വന്ന സമയത്ത് യോ പറഞ്ഞു, നോ, വേക്കൻസി ഇല്ല. എന്നിട്ട് ആ സ്ഥാനത്ത് ജർമ്മൻ ഷെപ്പേർഡിനെ നിർത്തിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഏതൊക്കെ ഉണ്ടോ നായ്ക്കൾ, ആടിനെ കാവൽ നിൽക്കുന്ന, വേട്ടയാടാൻ മിടുക്കരായ, ശത്രുക്കളെ തുരത്തി ഓടുന്ന നായ്ക്കളെ നിർത്തി. കാരണം ശമ്പളം കൊടുക്കേണ്ട തുക രൂപയായിട്ട്, മക്കളെ പഠിപ്പിക്കാൻ വിടണ്ട, ക്വാർട്ടേഴ്സ് കൊടുക്കണ്ട, അലവൻസ് കൊടുക്കണ്ട, ഡ്യൂട്ടി ചേഞ്ച് ഇല്ല, ഓവർ ടൈം കൊടുക്കണ്ട, പെൻഷൻ പറ്റുമ്പോൾ മറ്റ് ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ്, മറ്റ് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കണ്ട. കാലം കഴിയുമ്പോൾ വെടിവെച്ച് കൊല്ലാം. നായ്ക്കളെ വളർത്തിയെന്ന ഇയ്യോബ് പറയുകയാണ്. അതുകൊണ്ട് അവരുടെ അപ്പന്മാരെ പോലെ ഞാൻ അവരെ മൈൻഡ് ചെയ്യാത്ത അവരുടെ സന്തതികൾ ഇന്ന് എന്നെ നോക്കി ചിരിക്കുന്ന കണ്ടില്ലെന്നാ പുള്ളി പറഞ്ഞത്. ഇതാണ് ഇയ്യോബിന്റെ ജീവിതത്തിലെ പതനത്തിന് കാരണം. ദൈവം പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. പലരെയും ദൈവം കൈവിട്ട് കളഞ്ഞ് ഇതുകൊണ്ടാണ്. നമ്മൾ അറിയാത്തത് ചിലതെല്ലാം അവരുടെ ജീവിതത്തിലുണ്ട്. പുറമെ നോക്കുമ്പോൾ ഭക്ത ശിരോമണികളാണ്, പതുക്കെ സംസാരിക്കുകയുള്ളൂ, ഉറച്ചൊന്നും സംസാരിക്കത്തില്ല, സാവധാനം നടപ്പ്, എല്ലാവർക്കും കരങ്ങൾ കൊടുക്കുന്നു. വലത്തെ കൈ കൊടുക്കുമ്പോൾ ഇടത്തെ കൈ നെഞ്ചോട് ചേർത്തിട്ടാണ് കൈ കൊടുക്കുന്നത്. മകനെ മകളെ എന്നെ വിളിക്കത്തുള്ളൂ, കണ്ടാൽ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കും. എന്തൊരു എളിമ, സാധു എന്നൊക്കെ പറഞ്ഞേക്കാൻ പറ്റും. പക്ഷേ അത് ചിലരോടെ ഉള്ളതേ, അല്ലാത്തവരോട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ചിലരെയൊക്കെ സിംഹാസനം ഇറക്കിയിരുത്തുമ്പോൾ, നിലത്തിരുത്തുമ്പോൾ, ചിലരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങൾ വരുമ്പോൾ ഓർത്തുകൊള്ളുന്നത് ദൈവപ്രവൃത്തിയാണ്. കയ്യൻ ചെയ്ത പണി അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. പ്രിയമുള്ളവരെ, വാക്കുകളെ ചുരുക്കട്ടെ, പ്രസ്താവിച്ചാൽ ബാക്കി അടുത്ത പ്രാവശ്യം. ഇത് യൂദായുടെ ലേഖനം പോലെയാണ്. യൂദ പറഞ്ഞു തുടങ്ങിയത് പൊതുവിലെ രക്ഷയെക്കുറിച്ച് പറയാനാണ് തുടങ്ങിയത്. പക്ഷേ വീണുപോയ ദൂതന്മാർ എന്നു വേണ്ട,
ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞാണ് യൂദ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യൂദായ്ക്ക് സമനാകുകയല്ല, മറിച്ച് പുസ്തകങ്ങളിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഇവണ്ണം പോകുന്നുവെങ്കിൽ എന്റെ കേൾവിക്കാർ, കാഴ്ചക്കാർ ഇതിനോടൊത്തോ വചനത്തോടൊത്തോ തങ്ങളെ തന്നെ തുലനം ചെയ്ത് ദൈവം കടന്നു കണ്ണിടിയായി തീരട്ടെ. യോബ് ഇപ്പോൾ പറയാണ്, ഞാൻ എന്നെ തന്നെ വെറുത്തു. തന്നെ തന്നെ ഉയർത്തിയ യോബ്, മറ്റുള്ളവരെ ഉയർത്തുവാൻ ആവശ്യപ്പെട്ട യോബ്, ഇപ്പോൾ സകലവും നഷ്ടപ്പെട്ടപ്പോൾ ദൈവം ഒരു പാഠം പഠിപ്പിച്ചപ്പോൾ ആ പാഠത്തും ഭാഗം സകലവും പഠിച്ചിട്ട് പറയാണ്, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്തു. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. അനുതാപമില്ലാത്ത യോബിനെയാണ് മുൻ അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. ശപിക്കുന്ന യോബിനെ, പ്രാകുന്ന യോബിനെ, മാതാപിതാക്കളെയും തന്റെ പ്രസവം എടുത്തവരെയും ആകാശ ശക്തികളെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും മുഴുവൻ നിരാകരിച്ച് ശപിച്ച് പ്രാഗി ശാപം ചെല്ലുന്ന യോബിനെ കാണുമ്പോൾ ദൈവത്തിന് മുമ്പാകെ വരുന്ന യോബ് ഇപ്പൊ തന്നെ വെറുത്ത് അനുദപിച്ച് ചാരത്തിലും പൊടിയിലും കിടക്കുന്ന യോബിനെ കാണാൻ അങ്ങനെ വന്നപ്പോൾ ദൈവം യോബിന്റെ പക്കൽ ശുശ്രൂഷ ഏൽപ്പിക്കാനിടയായിട്ടു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യോബിനെ ദൈവം നിയോഗിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യോബ് അത് തുനിഞ്ഞു, തയ്യാറായി. മുൻപ് യോബ് മറ്റുള്ളവരെ അനുഗ്രഹിച്ചില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഏതാണ്ടൊക്കെ ചെയ്തു. എന്നിട്ടൊക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വീട്ടില് അപ്പം തിന്നല്ല ഇറച്ചി തിന്ന് മാംസം തിന്ന് തൃപ്തി വരാത്തവൻ ആരാന്ന് ചോദിച്ചു. ഞാൻ അനാഥർക്കും വിധവമാർക്കും തുണയായിരുന്നൊക്കെ പറയുന്നുണ്ട്. പരദേശി വഴി കിടന്നുറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴാന്നാ? അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പരദേശികളായിരിക്കും. എന്നാൽ ഒരു കൂട്ടരെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞാണ്, ഇവരുടെ അപ്പന്മാരെ ആട്ടിന്റെ കൂട്ടങ്ങൾക്ക് കാവലാക്കി നിർത്തുവാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അതാണ് ശരി. എന്നിട്ട് പൊതുജനങ്ങൾ മുമ്പ് കയ്യടി നേടാൻ വേണ്ടി ആർക്കോ ഇറച്ചിയോ മീനോ ഒക്കെ അദ്ദേഹം കൊടുത്തു. അതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ ദൈവത്തെ കണ്ട് യോബ് നിലവിളിയോട് മുമ്പാകെ താഴെ വീണ് കിടക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് നൽകുന്ന നന്മകൾക്ക് ഉപകാരങ്ങൾക്കായി സ്തോത്രം. അതിനൊക്കെ നിൽക്കാതെ ഞാൻ നിഗളിച്ചു പോയി എങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. യോബിനെ പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതിന്റെ കാലുകളെ കഴുകുവാൻ എനിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചുവെങ്കിൽ, വിലയേറുന്ന വിലപിടിപ്പുള്ളതല്ല എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൊടുത്തിനസിലേക്ക് അടുത്ത് വരുന്ന കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എക്സ്റോസ് മീഡിയ മിനിസ്ട്രിക്കായി അങ്ങയുടെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു അവർ എല്ലാവർക്കുമായിട്ട് സ്തോത്രം. ഇത് കാണുന്നവർക്കായി, ഇത് ഫോർവേഡ് ചെയ്യുന്നവർക്കായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണമേ. വരവ് ഏറ്റവും അടുത്തല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയം കണ്ടുകൊണ്ടൊന്നും നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും ശാസിക്കണമേ. കൃപ കൊണ്ട് പുതിയണമേ. മഹത്വത്തിനായി ചെയ്യണമേ. മഷിഹാ പോലെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ. എല്ലാവർക്കും വന്ദനം. ഗോഡ് ബ്ലെസ് യു ആൾ. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.